പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈശോരുവാതി തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഈശോരുവാതിലടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. ഈശോരുവാതി തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഈശോരുവാതിലടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതി തുറന്നിടുമേ, എനിക്കായി വാതി തുറന്നിടുമേ. അടച്ചിടുമേ വാതിലടച്ചിടുമേ, വൈരിൻ വാതിലടച്ചിടുമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ്. വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 20-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അടച്ച കല്ലുകളെ ഉരുട്ടുന്ന ദൈവശക്തി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക്. അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു, അത് ഏറ്റവും വലുതായിരുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ലോകം മുഴുവൻ ഉയർപ്പിൻ്റെ ദിവസമായാണല്ലോ ഈ ദിവസം കാണുന്നത്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കാം. നമ്മുടെ മുമ്പിൽ ശത്രു അടച്ചു കളഞ്ഞ ചില കല്ലുകളെ, ചില വാതിലുകളെ ഉയർപ്പിൻ്റെ ശക്തി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരാൻ പോവുകയാണ്. പുനരുത്ഥാന ശക്തിക്കായി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ വായിച്ചു കേട്ട വാക്യമെന്ന് പറയുന്നത്, അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു, ആ കല്ല് ഏറ്റവും വലുതായിരുന്നു. ഈ പ്രഭാതത്തിൽ ഒരു പ്രവചന ശബ്ദമായി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക. ശത്രു അടച്ചു വെച്ച വലിയ ചില വാതിലുകൾ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. കാരണം ഞാനും നിങ്ങളും പുനരുത്ഥാന ശക്തി വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം, ആ ശക്തി ഇപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കാൻ പോവുകയാണ്. ദൈവമേ, എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കണമേപ്പ. ഈ വരുന്ന മണിക്കൂറുകൾ വാതിൽ അടഞ്ഞതല്ല, അത്ഭുതകരമായി വാതിൽ തുറന്നത് കേൾക്കുവാനായിട്ട് ഈ വചന പശ്ചാത്തലം നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കുകയാണ്. ഇതാ 3 സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിലേക്ക് നടന്നെടുക്കുകയാണ്. നമുക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയേം, യാക്കോബിന്റെ അമ്മ മറിയേം, ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. 2-ാമത്തെ വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്തെ സൂര്യൻ ഉദിക്കുമ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. 3-ാമത്തെ വാക്യം, കല്ലറ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് ആ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. വചന പശ്ചാത്തലം എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. ഇതാ 3 സ്ത്രീകൾ യേശുവുമായുള്ള ആഴമേറിയ ബന്ധത്തിൽ, ആ വേർപിരിയാൻ പറ്റാത്ത ബന്ധത്തിൽ സുഗന്ധവർഗവും വാങ്ങി കല്ലറയിലേക്ക് അടുക്കുകയാണ്. ആ നേരം പുലരുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ അവരെ അകത്തൊരു ചിന്തയുണ്ട്. എന്താ ചിന്തയെന്നറിയാമോ? നമുക്ക് വേണ്ടി ആ കല്ല് ആരുരുട്ടും. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഇതിൻ്റെ ആഴമുണ്ട്. ആ കല്ലറയുടെ മുമ്പിൽ ഇവർക്ക് വിരോധമായി നിൽക്കുന്ന എതിരുകളെ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 65-66 വാക്യങ്ങൾ. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഈ 2 വാക്യത്തിനകത്ത് ഈ 3 സ്ത്രീകളുടെ മുമ്പിൽ നിൽക്കുന്ന എതിരുകളെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കാവൽ ഭടന്മാരുണ്ട്. 2 ആ കല്ലിന് മുദ്ര വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റോമൻ മുദ്രയാണ് വെച്ചിരിക്കുന്നത്. 1 അവിടെ കാവൽ ഭടന്മാരുണ്ട്. 2 ആ കല്ല് അടച്ചു വെച്ചിരിക്കുന്നത് റോമൻ മുദ്ര വെച്ചാണ്. സാധാരണ ഒരു വ്യക്തികൾക്കും അത് അഴിക്കുവാൻ കഴിയത്തില്ല, അത് തുറക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്നവരെ, 1 കാവൽ ഭടന്മാരാണ്, 2 രാജ്യത്തിന്റെ മുദ്രയാണ്, 3 പരീശന്മാർ ആവോളം അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മുകളിലത്തെ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ശിഷ്യന്മാർ 11 പേര് വന്നാൽ ആ കല്ല് ഉരുട്ടാൻ കഴിയത്തില്ലെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ 3 സ്ത്രീകൾ
വിശ്വാസത്താൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവരെ വിശ്വാസത്തെ മാനിക്കാൻ അവർക്ക് മുമ്പിൽ കല്ലുകളെ ഉരുട്ടുന്ന ശക്തി വെളിപ്പെടുകയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അടച്ച കല്ലുകളെ ദൈവം ഉരുട്ടും. നിങ്ങൾ ഒരിക്കലും പിന്മാറാൻ തയ്യാറാകരുത്. അവരുടെ മുമ്പിൽ ചോദ്യമുണ്ടെങ്കിലും അവർ പിന്മാറാൻ തയ്യാറല്ല. അവർ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചു. എന്നെ കേൾക്കുന്നവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ ദൂതൻ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് നോക്കിയേ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിൻ്റെ മേൽ ഇരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇനി മാനുഷികകരമല്ല ചലിക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ദൂതന്മാർ ഈ പകൽ, അടുത്ത മണിക്കൂറുകൾ, അടുത്ത ദിവസം ചലിക്കാൻ പോകുന്നു. ഇതാ അവർക്ക് വേണ്ടി ആ കല്ലിനെ ഉരുട്ടി നീക്കിയിട്ട് അതിൻ്റെ മേൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൂതനോട് ചോദിച്ച ദൂതൻ പറയും, ഇനി ആർക്കും ഇത് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. ഉരുട്ടിയത് ദൈവമാണെങ്കിൽ ഞാൻ അതിനെ ഉറപ്പുവരുത്തുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഈ പ്രഭാതത്തിലൊന്ന് വിശ്വസിച്ച് ശത്രു അടച്ച ചില കല്ലുകളെ എൻ്റെ ദൈവം ഉരുട്ടി നീക്കിയ ഇനി അത് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം തുറന്നാൽ അത് തുറന്നതാണ്. അവൻ തുറന്നതിനെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. നിനക്ക് വേണ്ടി പുത്തൻ ചില വാതിലുകൾ ഈ ഉയർപ്പിൻ്റെ ദിവസം എൻ്റെ ദൈവം തുറക്കുകയാണ്. വിശ്വാസത്തിൽ നിങ്ങളൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ച ഈ 3 സ്ത്രീകൾ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ അതിശയം കാണുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഈ വാക്യത്തിലേക്ക് കടന്നു വരണമേ. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലതു ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു ഭ്രമിച്ചു. ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് വലിയ ചോദ്യമുണ്ടായിരുന്നു, ആര് നമുക്ക് വേണ്ടി ആ കല്ലുരുട്ടും? അവർ വിശ്വാസത്തിൽ അവരുടെ വിഷയത്തിലേക്ക് നടന്നെടുത്തപ്പോൾ ദൈവം ആ കല്ലിനെ ഉരുട്ടി. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഒരാഴമേറിയ ദൂത് അവർ കല്ലറയ്ക്കകത്ത് കയറിയെന്ന് എഴുതിയിരിക്കുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് ചിലവർ വാതിൽ തുറന്നകത്ത് കയറാൻ പോവുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ ഇതുവരെയും കയറാത്ത ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. അവർ കല്ലറയ്ക്കകത്ത് കയറി. അകത്ത് കയറിയവർക്ക് ഇപ്പോൾ സൂപ്പർ നാച്ചുറലായ തലം വെളിപ്പെട്ട് വരികയാണ്. വിശ്വാസത്തിൽ പിന്മാറാതെ നിന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, അവർ കല്ലറയ്ക്കകത്ത് ദൂതന്മാരെ കണ്ടു. ഈ മണിക്കൂറുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ചില ദൈവപ്രവർത്തികൾ, കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില നന്മകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ഉയർപ്പിൻ്റെ ദിവസം അസാധാരണമായ അതിശയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, തടസ്സങ്ങളെ നീക്കുന്ന, പ്രതികൂലങ്ങളെ മാറ്റുന്ന അങ്ങയുടെ അത്ഭുത ശക്തി എന്നെ കാണുന്നവർക്ക് വേണ്ടി വെളിപ്പെടണമേ അപ്പ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമേ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.